ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ക്ലാസ്സിൽ പറഞ്ഞ ആ പ്രോഗ്രാം ചെയ്യുന്ന രീതി ഞാനൊന്നും കൂടി പറഞ്ഞുതരാം. നിങ്ങളത് ചെയ്യേണ്ടത് ഔട്ട്പുട്ട് നോക്കേണ്ട കാര്യം നമുക്ക് അവിടെ സിസ്റ്റത്തിൽ ചെറിയ പ്രശ്നം വന്ന കാരണം കറക്റ്റ് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനത് കറക്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഈ പ്രോഗ്രാം നമ്മൾ എഴുതിയിരിക്കുന്നത് ആസ്കി ടു പാക്ക്ഡ് BCD ആണ്. ആസ്കി ടു പാക്ക്ഡ് BCD എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 2 നമ്പർ കൊടുത്തിട്ടുണ്ട്, 2 and 8. ഇത് ആസ്കി വാല്യൂ ആണ്. 2 എന്ന് പറഞ്ഞാൽ ആസ്കി 32 ആയിരിക്കും, 8 എന്ന് പറഞ്ഞാൽ ആസ്കി 38 ആയിരിക്കും. പിന്നെ ഇതിന് ഡയറക്ഷൻ നമ്മൾ സെറ്റ് ചെയ്യണം. DDRB നമ്മൾ ക്ലാസ്സിൽ വിട്ടുപോയതാണ്. DDRB = FF എന്ന് കൊടുക്കുക. പോർട്ട് ബിയിലെ എല്ലാ പിന്നും ഔട്ട്പുട്ടായിട്ട് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഫസ്റ്റിൽ W കൊടുക്കാം. ഡബ്ല്യുവിനെ നമുക്ക് എന്താക്കി മാറ്റണം. W എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 32 ആണ്, അതിന് നമുക്ക് 20 ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് W ലെഫ്റ്റ് ഷിഫ്റ്റ് 4 കൊടുത്തു. ഈ Z = 80 ആണ്, ഇത് നമുക്ക് 08 ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് Z = Z ആൻഡ് 0F കൊടുത്തു. W Z കൂടി ഓവർ ചെയ്തിട്ട് നമ്മൾ പോർട്ട് ബിയിലേക്ക് കൊടുത്തു. പോർട്ട് ബിയിലേക്ക് വാല്യൂ കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ DDRB = 0xFF എന്ന് കൊടുത്തു. ഇപ്പം ഇത്തിരി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് കമ്പൈൽ ബിൽഡ് ചെയ്യാം. ബിൽഡിംഗ് സക്സസ് ആണ്. ബിൽഡിംഗ് സക്സസ് ആണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കഴ്സർ നിങ്ങൾ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് കൊണ്ടു നോക്കുക. ഈ ബ്രേസിൻ്റെ തൊട്ടടുത്തായിട്ട്, ഇതാണ് നമ്മൾ ലാസ്റ്റ് ബ്രേസ്. ഈ ബ്രേസിൻ്റെ ഇവിടെയോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് കഴ്സർ കൊണ്ടു നോക്കുക. എന്നിട്ട് ഡീബഗിൽ വന്നിട്ട് വിൻഡോസിൽ I കൊടുക്കുക. അപ്പോൾ കുറേ നമ്മൾ പോർട്ടുകളും അതേപോലെ രജിസ്റ്റേഴ്സൊക്കെ കൂടെ കാണാൻ കഴിയും. നമുക്കിവിടെ പോർട്ട് ബിയിലേക്കാണ് നമ്മൾ ഔട്ട്പുട്ട് ചെയ്യുന്നത്. പോർട്ട് ബി എടുക്കുക. ഇപ്പോൾ പോർട്ട് ബി റിലേറ്റഡ് ആയിട്ടുള്ള പിൻ ബി, DDRB, പോർട്ട് ബി രജിസ്റ്റേഴ്സ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ഇതെല്ലാം ബ്ലാങ്ക് ആണ്, മീൻസ് ഇതെല്ലാം ഇപ്പോൾ 0 ആണ്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇത് 0 ആണ് മീൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം, കഴ്സർ ഇവിടെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചല്ലോ. കഴ്സർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഡീബഗിൽ വന്നിട്ട് റൺ ടു കഴ്സർ എന്ന് കൊടുക്കുക. ഇതാണ് റൺ ടു കഴ്സർ. റൺ ടു കഴ്സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഇവിടെ കംപ്ലീറ്റ് നമ്മൾ കഴ്സർ എവിടെയാണോ കൊണ്ടുവച്ചത് അതുവരെയുള്ള പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പം നമ്മൾ ലാസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ നമുക്ക് കിട്ടും. അതല്ല ഇവിടെയാണ് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ നമുക്ക് കിട്ടുക. പക്ഷെ നോർമൽ കേസിൽ ലാസ്റ്റ് കൊണ്ടുവന്ന് നോക്കുക, അതായത് അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റും കഴിഞ്ഞതിന് ശേഷം കഴ്സർ കൊണ്ടുവന്ന് നോക്കുക. എന്നിട്ട് റൺ ടു കഴ്സർ എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ ഇതുവരെ എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താണോ നമ്മുടെ രജിസ്റ്ററിൻ്റെ സ്റ്റാറ്റസ്, ആ സ്റ്റാറ്റസ് ഇവിടെ കാണിക്കും. ഇവിടെ നമ്മൾ പോർട്ട് ബി മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ, കാരണം നമുക്കിവിടെ പോർട്ട് ബി നമ്മൾ ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി പോർട്ട് എ ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ പോർട്ട് സി ഉണ്ടെങ്കിൽ പോർട്ട് സി ക്ലിക്ക് ചെയ്യാം, പോർട്ട് ബി ഉണ്ടെങ്കിൽ പോർട്ട് ബി ക്ലിക്ക് ചെയ്യാം. അപ്പം പോർട്ട് ബി ആയതുകൊണ്ട് ഇവിടെ നിൽക്കുന്നു. ഇനി നമുക്കിത് റൺ ടു കഴ്സർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ഡീബഗിൽ വന്നിട്ട് റൺ ടു കഴ്സർ എന്ന് കൊടുക്കുക. റൺ ടു കഴ്സർ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൻ്റെ വിൻഡോ എടുത്ത് നോക്കുക. പ്രോഗ്രാമിലെ IO വിൻഡോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ റിസൾട്ട് ചേഞ്ച് ചെയ്തായിട്ട് കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾ നോക്കിയാൽ തൽക്കാലം പോർട്ട് ബി മാത്രം നോക്കുക. പോർട്ട് ബിയിൽ ശരിക്കും ഇപ്പോൾ വരേണ്ടത് എന്താണ്? പോർട്ട് ബിയിൽ 28 എന്നാണ് വരേണ്ടത്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ വാല്യൂ ആയിട്ട് എഴുതി കാണിക്കുന്നുണ്ട് 28 എന്ന്. പിന്നെ അതിൻ്റെ ഈ പോയിന്റ്സുകൾ, അതിൻ്റെ 8 ബിറ്റുകൾ മാർക്ക് ഇങ്ങനെ ഡാർക്കായിട്ട് കാണിക്കുന്നതെല്ലാം 1 ആണ്. അങ്ങനെ മീൻസ് ബ്ലാങ്ക് ആയിട്ട് കാണിക്കുന്നതെല്ലാം 0 ആണ്. അപ്പോൾ ഇതിങ്ങനെ വായിക്കുക 0 0 1 0 0 0 1 0 എന്ന് പറഞ്ഞാൽ 2 ആണ്. പിന്നെ 1 0 0 0 എന്ന് പറഞ്ഞാൽ 8 ആണ്, 28. ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന വാല്യൂ. അപ്പോൾ വാല്യൂ നമുക്ക് ഇവിടെ ഇങ്ങനെ റീഡ് ചെയ്യാൻ പറ്റും. 28 ഇവിടെ കാണിക്കുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇത് റണ്ണിങ്ങിലാണുള്ളത്. റണ്ണിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്, അല്ലെങ്കിൽ ഡീബഗിൽ വന്നിട്ട് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഈ വാല്യൂ നമ്മൾ 48 ആക്കി കൊടുക്കാൻ വിചാരിക്കുക. 40 അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഇത് 2 തന്നെ ആയിക്കോട്ടെ, ഇത് നമ്മൾ 6 ആക്കി കൊടുക്കും. 6 ആക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ബിൽഡ് ചെയ്യാം. ബിൽഡ് ചെയ്തതിന് ശേഷം നമ്മൾ കഴ്സർ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. കഴ്സർ കൊണ്ടുവന്ന് വെച്ചിട്ട് റൺ ടു കഴ്സർ കൊടുക്കുക. റൺ ടു കഴ്സർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂസ് കാണാം. വാല്യൂസ് നമുക്കിപ്പോൾ എത്ര കിട്ടേണ്ടത്? 26 ആണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, പോർട്ട് ബിയിൽ കാണാം, നിങ്ങൾക്ക് ഇവിടെ 26 എന്ന് കാണാം. അതിൻ്റെ ബിറ്റ് കോമ്പിനേഷൻ കാണാം 0 0 1 0 0 1 1 0 0 1 1 0 എന്ന് പറഞ്ഞാൽ
6 ആണ്. അപ്പോൾ 26 ഏത് വാല്യൂസ് നമുക്ക് അതേപോലെ മാറ്റി കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ പോർട്ടിന്റെ വാല്യൂ പിന്നെ പോർട്ട് രജിസ്റ്റർ IO വ്യൂവിൽ നമ്മൾ രജിസ്റ്റേഴ്സ് വ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഏത് രജിസ്റ്റർ വേണമെങ്കിലും അതിന്റെ കണ്ടന്റ് എന്താണെന്ന് നമുക്ക് ഇവിടെ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ പിന്നെ പാക്കഡ് BCD ടാസ്ക് ആണെങ്കിൽ 2 രജിസ്റ്റർ നമുക്ക് അവിടെ കാണാൻ കഴിയും. പോർട്ട് B ഉണ്ടാവും, നമുക്ക് തോന്നുന്നു പോർട്ട് C ആണ് നമ്മളിവിടെ. ഇപ്പോൾ പോർട്ട് ബിയും പോർട്ട് സി ഇത് ഒരു സമയത്ത് ഒന്നേ ഇവിടെ കാണാൻ കഴിയുള്ളൂ. പോർട്ട് C വേണമെന്നുണ്ടെങ്കിൽ പോർട്ട് C നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പോർട്ട് സിയുടെ വാല്യൂസ് ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. നിങ്ങൾ ഔട്ട്പുട്ട് എഴുതുമ്പോൾ ഇതാണ് എഴുതേണ്ടത്, എന്താണോ നിങ്ങൾക്ക് ഔട്ട്പുട്ട്. അപ്പോൾ പോർട്ട് B നമുക്ക് ഔട്ട്പുട്ട് ഇപ്പോൾ പിൻ ബിയും DDR ബിയും ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പോർട്ട് B എന്ന് എഴുതുക, എന്നിട്ട് വാല്യൂ 26 എന്ന് എഴുതുക, 0x26 എന്ന് എഴുതുക, ബിറ്റ്സ് എഴുതിയിട്ട് ഇത് കാണിക്കുക. ഇത്രയാണ് കാണിക്കേണ്ടുള്ളൂ. പോർട്ട് B നെയിം, പോർട്ട് B വാല്യൂ 0x26 ബിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ അടിയത്തെ ഒരൊറ്റ ലൈൻ മാത്രം എഴുതിയാൽ മതി. ഇപ്പോൾ പോർട്ട് ബിയും പോർട്ട് സിയും ഉപയോഗിക്കുന്ന കേസാണെങ്കിൽ നെയിമിന്റെ താഴെ പോർട്ട് B ഉണ്ടാവും, പോർട്ട് C ഉണ്ടാവും, വാല്യൂ 26 ഉണ്ടാവും, അവിടെ എത്രയാണോ വാല്യൂ കൊടുക്കുക, പിന്നെ അതിന്റെ ബിറ്റ്സ് എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഈ രീതിയിലാണ് പ്രോഗ്രാം ചെയ്യേണ്ടത്. നല്ല ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഡീബഗിൽ വന്നിട്ടും സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.